മൂന്നാറിനടുത്തുള്ള മറയൂർ എന്ന മനോഹരമായ ഒരു ഗ്രാമമാണ് ഈ കാണുന്നത്. ഒരു പ്രത്യേക മരത്തെ സംരക്ഷിക്കാനായി രാവിലെ മുതൽ വൈകുന്നേരം വരെ രാജ്യത്തെ സുരക്ഷാ ഉദ്യോഗസ്ഥർ പെട്രോളിംഗ് നടത്തുന്ന ഏക വൃക്ഷവും അതുപോലുള്ള വൃക്ഷങ്ങളുമാണ് നമ്മൾ ഈ കാണുന്നത്. ഇതാണ് ഏറ്റവും വിലപിടിപ്പുള്ള വൃക്ഷങ്ങളിലൊന്നായ ചന്ദനം. ഇവിടെ 58,000 മരങ്ങളാണ് വ്യാപിച്ചു കിടക്കുന്നത് മറയൂർ ചന്ദനം. സാധാരണ ചന്ദനത്തെക്കുറിച്ച് പറയാറുണ്ട്, ചന്ദനത്തിൻ്റെ മതിപ്പ് വില 1 കിലോയുടെ മതിപ്പ് വില 16,000 രൂപ എന്നാണ് ചന്ദനത്തെക്കുറിച്ച് പറയാറുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ ഇവിടുത്തെ ഒരു മരത്തിന് തന്നെ, ചില മരങ്ങൾക്ക് തന്നെ 5 കോടിയോളം വിലയുണ്ടെന്നാണ് കണക്ക്. അതുപോലെ തന്നെ ഒരു പ്രത്യേക പ്രദേശത്തെ കർഷകർ കൃഷി ചെയ്തുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് ഭൗമസൂചിക പദവി എന്നൊരു പദവി ലഭിക്കാറുണ്ട്. അങ്ങനെ ഭൗമസൂചിക പദവി ലഭിച്ച 9ാമത്തെ ഉൽപ്പന്നം കൂടെയാണ് ഈ ചന്ദനം. ഇങ്ങനെ നീണ്ട നിരയിൽ നമുക്ക് ചന്ദന മരങ്ങളെ കാണാം. വളരെ പൗരാണികമായ ആയുർവേദ രേഖകളിലൊക്കെ ഔഷധമായിട്ടും അതുപോലെ തന്നെ സുഗന്ധദ്രവ്യമായിട്ടും ഒക്കെ ഈ ചന്ദനത്തെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. മറയൂരിലെ ചന്ദനക്കാടുകൾ ലോകത്ത് അറിയപ്പെടുന്ന ലോകപ്രശസ്തമാണ് എന്നും കൂടെ നമ്മൾ അറിയേണ്ടതുണ്ട്. ഈ മറയൂർ ശർക്കര നമ്മുടെ കേരളത്തിൽ ഭൗമ സൂചികയിൽപ്പെട്ട ഒരു ഉൽപ്പന്നമാണ്. അതിൽ കേരള സർക്കാർ അംഗീകരിച്ച ഭൗമ സൂചികയിലെ 9ാമത്തെ ഉൽപ്പന്നമാണ്. ഒരു പ്രത്യേക പ്രദേശത്ത് ഉണ്ടാക്കി അവിടുത്തെ ആൾക്കാർ തന്നെ അതിൽ പണിയിൽ ഏർപ്പെടുന്ന ചില പ്രത്യേക കാറ്റഗറിയിൽ പെട്ട വിഭവമാണ് മറയൂർ ശർക്കര. എങ്ങനെയാണ് ഇതിൻ്റെ നിർമ്മാണമൊക്കെ? ഇത് നിർമ്മാണം എന്ന് പറഞ്ഞാൽ, ഇത് മറയൂർ ശർക്കര എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തന്നെ കൃഷി ചെയ്ത് സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നു. അപ്പോൾ ഇവിടെ കരിമ്പും പാടങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട്. അത് തന്നെ ഇവിടെ കൃഷി, കറുമ്പ്, നെല്ല്, ഈ കപ്പ, ഇതുങ്ങളാണ് കൃഷി കൂടുതൽ. ഇതെങ്ങനെയാണ് ഇതിന്റെ തുടക്കം? കരിമ്പ് ആദ്യം കറുമ്പ് നട്ട് അവർക്ക് കൃഷിയിൽ കൊടുത്തിട്ട് പാലുണ്ടാക്കാം. ജ്യൂസ് ഉണ്ടാക്കി ഇവിടെ ഡമ്മിൽ വന്ന് നിറച്ച് അവിടെ ഉണ്ടാക്കുക. അത് നല്ല തിളപ്പിച്ച് വരുമ്പോൾ അതിൻ്റെ ഒരു ഭാഗം വരും. കയ്യിൽ എടുത്ത് നോക്കിയാൽ നമുക്കൊരു ഭാഗം കിട്ടും. ആ ഭാഗത്തിലെടുത്ത് പറിച്ച് ഉണ്ട പിടിക്കുക. കയ്യിൽ ഉണ്ട പിടിച്ച് അത് മറയൂർ ശർക്കരയായിട്ട് കൊടുക്കും. അത് പിന്നെ ഈ കരിമ്പിനാണ്, അതിന്റെ ഭാഗത്തിനാണ് നമ്മളിങ്ങനെ തിളപ്പിക്കുന്നത്. അതെ, കരിമ്പ് നീറിന്. അതെ. അത് എത്ര മണിക്കൂർ എടുക്കും? അത് 3 മണിക്കൂർ എടുക്കും. 3 മണിക്കൂർ തീയിട്ട് 3 മണിക്കൂർ ഉണ്ടാകും. 3 മണിക്കൂർ ഉണ്ടാവും. പിന്നെ അപ്പൊ ഇത് 3 മണിക്കൂറിന് ശേഷം പിന്നെ ഇത് ഉണങ്ങിയതിന് ശേഷം ഉരുട്ടിയെടുക്കും. ഒരു ഭാഗത്തിന് ആ ചൂടുമായിട്ട് ഉറ്റാൻ പറ്റും. ഉണങ്ങിപ്പോയാൽ ചുറ്റാൻ പറ്റില്ല. നല്ല ഒരു പാകത്തിന് നല്ല ചൂടായിട്ട് ഉരുട്ടിയിട്ടാ അത് കട്ടിയായിട്ട്. നമ്മൾ സാധാരണ ഉള്ള ശർക്കര വേറൊരു കളറാണ് അല്ലേ? ഇവിടെ നല്ല ബ്രൗൺ കളറിലെ ശർക്കര. അതെ. അപ്പം അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ടല്ലേ? അതെ, ഇത് ഇവിടുത്തെ കറുമ്പിന്റെ കാലാവസ്ഥയാണ്. നല്ല കറുമ്പുകളാണ്. അതുകൊണ്ട് ഒരു മായം ചേർക്കില്ല കേട്ടോ. ഇതാണ് ഒറിജിനൽ മറയൂർ ശർക്കര.
ഏറ്റവും സമയമെടുത്ത് കായ്ക്കുന്ന ഫ്രൂട്ട്സ് ഏതാ നട്ട് കഴിഞ്ഞാൽ? ഏറ്റവും സമയം എന്ന് പറയണത് എനിക്ക് തോന്നുന്നു ഓറഞ്ച് ആയിരിക്കും. ഓറഞ്ച് ഉടനെ കഴിക്കില്ല. ഒരു ബ്ലാക്ക്ബെറി പെട്ടെന്ന് കഴിക്കും. പ്ലമ്മും കുറച്ച് നാളെടുക്കും. ഓറഞ്ച് എന്നാലും നമ്മൾ തൈ നട്ട് വളർന്ന് ബഡ് ചെയ്യാൻ 3 വർഷത്തിൽ കഴിക്കും. 3 വർഷം എടുക്കും. ഓ, ആപ്പിൾ ആണെങ്കിൽ ആപ്പിളും അത്രയാവും. പിന്നെ ഞങ്ങൾ പെട്ടെന്നാണ് ബ്ലാക്ക്ബെറിയാണ്. ബ്ലാക്ക്ബെറി ഒരു 6-7 മാസത്തിലൊക്കെ ഉണ്ടാക്കിക്കോളും. ഇതവിടെ നിൽപ്പുണ്ട് വെയിൽ. ഇതിൻ്റെ താഴെ ഈ താഴത്ത് ഞങ്ങളുടെ സ്ഥലം ഇങ്ങനെയാണ്. ആ തട്ടുതട്ടായിട്ട് ചെയ്തിട്ടില്ലേ, ഇവിടെ എല്ലാം അങ്ങനെയാണ്. എന്നാ വെച്ചാൽ ഈ മണ്ണൊലിപ്പൊക്കെ പണ്ട് വരുമായിരുന്നില്ല. ഇപ്പം അതിനുള്ള മഴയൊന്നും ഇല്ല. അങ്ങനെ വരുമ്പം ഈ നമ്മൾ ഹിസ്റ്ററി ജിയോഗ്രഫി പഠിച്ചിട്ട് തട്ടുതട്ടായിട്ട് അങ്ങനെയാണ് ഈ ഏരിയ അല്ല. ഞങ്ങളുടെ സ്ഥലവും അങ്ങനെ തട്ടുതട്ടായിട്ട്. നമ്മൾ ആ റൂമിൻ്റെ അവിടെ പോയി നോക്കിയാൽ കാണാം ഈ ഭാഗത്തെ സ്ഥലം. ചേട്ടാ എത്ര കൊല്ലം ഇവിടെ വന്നിട്ട്? ഞാനിവിടെ വന്നിട്ട് ഞാൻ 57 ഇവിടെ ഉണ്ട്. 56 6 മാസം വന്നു. 57 ഇവിടെ ഉണ്ട്. നാട്ടിലെവിടെയായിരുന്നു? നാട്ടില് പെരുമ്പാവൂര് മൂത്തോന്നാണ് ഞങ്ങൾ തറവാട്. പെരുമ്പാവൂര് വന്നാണ് ഞങ്ങൾ ഇവിടെ വരുന്നത്. പെരുമ്പാവൂർ താമസിച്ചാണ് കാരണന്മാരായിട്ട് ഇവിടെ വരുന്നത്. അന്ന് കാന്തല്ലൂർ ഈ ഭാഗമൊക്കെ അന്നത്തെ ഒരു പ്രകൃതി എങ്ങനെയായിരുന്നു? അന്ന് ഇന്നിപ്പോ കാണുന്ന ഈ കാണപ്പെടുന്ന റോഡും ഇങ്ങനെയുള്ള സൗകര്യങ്ങളൊന്നും ഇല്ല. 10 മൈലോളം നടന്ന് ആണ് ഭക്ഷണ സാധനങ്ങൾ തന്നെ സ്ഥലങ്ങളിൽ പോയി കൊണ്ടുവന്ന് ഇവിടെ കഴിക്കേണ്ടതായിട്ടുള്ളത്. ആ ഒരു അവസ്ഥയിലായിരുന്നു ആ കാലഘട്ടത്തിൽ ഞങ്ങൾ ജീവിച്ചത്. അങ്ങനെ ഏതാണ്ട് ഒരു 8-9 വർഷത്തോളം ജീവിച്ചു. അതിനുശേഷം SP പൂരം കാന്തല്ലൂർ എന്ന് പറഞ്ഞ കാന്തല്ലൂർ ഭാഗത്ത് ഈ ഭാഗത്തൊക്കെ റോഡ് തുറന്നു വന്ന് ഇപ്പൊ ആ റോഡ് അടഞ്ഞുപോയി. ഇപ്പൊ ആ റോഡ് ഫോറസ്റ്റ് അടച്ചു. അപ്പൊ അന്നേ തുടങ്ങിയതാണോ ഈ ഹോട്ടല്? ഹോട്ടൽ അന്ന് പോലെ ഞങ്ങൾക്ക് അന്ന് ഇത് തന്നെയാണ്. ആ തൊഴിൽ അതേ പ്രായം ഇന്നും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാറി മാറി നാടൻ ഫുഡ് ഭക്ഷണവും ഇവിടുത്തെ പച്ചക്കറികളൊക്കെ ഉപയോഗിച്ചുള്ള ഭക്ഷണം എല്ലാം അങ്ങനെയാണ്. എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ? കച്ചവടം ഇപ്പൊ ഈ ടൂറിസ്റ്റ് മേഖലയായി വന്നതിന് ശേഷം കച്ചവടത്തിന് ടൂറിസ്റ്റിന്റേതായ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അത് നേരത്തെ ഒക്കെ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ടൂറിസ്റ്റ് മേഖല ആയതിനു ശേഷം കുറച്ച് മാറ്റം വന്നു. മക്കള് 2 മക്കളായിരുന്നു. 2 പേരെ കെട്ടിച്ച് നാട്ടിലോട്ടാണ് വിട്ടത്. പിന്നെ ഞങ്ങൾ 2 പേരും തന്നെ ഈ തൊഴിൽ ചെയ്ത് അങ്ങോട്ട് ജീവിക്കുകയാണ് ഇവിടെ. അന്ന് ഒപ്പം വന്നതാണല്ലേ? എന്താണ് ഈ നാടിന്റെ ഒരു വിശേഷം? നാടിനെ കുറിച്ചുള്ള നല്ല നാട്, നല്ല ശുദ്ധമായ വായുവും വെള്ളവും ഒക്കെ നമുക്ക് കിട്ടും. അല്ല, തമിഴ് വംശജരല്ലേ കൂടുതലുള്ളത്? അതെ. കൃഷിക്കാരുമാണ്. പാവങ്ങളാ, നല്ല മനുഷ്യരാ. അമ്മേടെ പേരെന്തോന്നാണ്? അമരാവതി. അമരാവതി. ഇപ്പോഴേ ഇവിടെ വട്ടവടയിൽ ഏത് കൃഷിയുടെ സീസണാണ്? ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, ബീൻസ് എല്ലാം സംസാരം. സ്ട്രോബെറി പൂറ തണ്ണീര് പോയി. തണ്ണീര് ഇതിൽ പൂറ സ്ട്രോബെറി പോട്ടതാ. പൂറ പോയിട്ട് വെള്ളം വന്ന് പൂരം പോയി. ഏറ്റവും കൂടുതൽ കൃഷി ക്യാരറ്റ് ആണല്ലേ? ക്യാരറ്റ്, ക്യാബേജ്, ഉരുളക്കിഴങ്ങോ? ഉരുളക്കിഴങ്ങ്, ബീൻസ്. ബീൻസ് അതാണല്ലേ? അപ്പൊ ആ ഭാഗത്തൊക്കെ ഉള്ള കൃഷിയോ ഇതാ കാണുന്നേ? അവര് സ്ട്രോബെറി പോയിട്ട് അവർക്ക് വെള്ളം പോയില്ലേ, പോലെ നമുക്ക് വന്ന് വെള്ളം വന്ന് ഇപ്പിടി അടിച്ചു. പൂറ വെള്ളം പൂറ പോയി. പൂറ നമുക്ക് സ്വന്തം ഇടം പൂറ പോയതിനല്ല ഒരു ക്യാരറ്റ് മാത്രമേ ഉള്ളൂ.